നമസ്കാരം, എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. അപ്പോൾ ഇന്ന് തിരുവോണ നാളിൽ നിൽക്കുകയാണ് നമ്മൾ. നമ്മുടെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല. ഈ ഒരു വലിയൊരു ദുരന്തം കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും പുതിയൊരു ഉത്സവ നാളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഉത്സവ നാളിൽ നമുക്ക് ഒരുപാട് ഒരുപാട് വിഷമിച്ച് നിൽക്കുന്ന ആളുകൾ, ഉറ്റവരെ നഷ്ടപ്പെട്ട ആളുകൾ എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ മൊത്തത്തിൽ ആരും ഓണം ആഘോഷിക്കുന്നില്ല വലിയ രീതിയിലൊന്നും. അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഓണാഘോഷങ്ങൾ ഉണ്ടാവാറുള്ളതാണ്, പക്ഷേ ഈ പ്രാവശ്യം ഒന്നുമില്ല. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൊച്ച് ഒരു ഓണാഘോഷമാണ്. ഓണാഘോഷം എന്ന് പറഞ്ഞാൽ സദ്യ ഉണ്ട്, പിന്നെന്താ ഒരു പൂക്കളം ഇട്ടു, അത്രയേ ഉള്ളൂ നമ്മുടെ ഓണാഘോഷം. നമ്മളിന്ന് വർക്കിംഗ് ആണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ടച്ച് ഓഫ് ടാറ്റോ സ്കൂൾ ആൻഡ് സ്റ്റുഡിയോ നമ്മുടെ സ്റ്റുഡിയോയിലാണ് നിൽക്കുന്നത്. അപ്പോൾ സ്റ്റുഡിയോയിലെ പ്രധാനപ്പെട്ട ഒരാളെ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അയാളെ കാണാം. അപ്പോൾ ഏവരെയും സ്നേഹത്തോടെ അനു ജോസഫ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഊണൊക്കെ കഴിച്ച് റെഡി ആയിട്ടിരിക്കല്ലേ? അപ്പം വായു. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ ഇങ്ങ് പറയാം. അവിടെ വെള്ളമൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്, നമുക്ക് കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. വായോ. എൻ്റെ അമ്മോ, ഞാൻ ഇപ്പം ഈ ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു 3 എപ്പിസോഡിൽ ഞാനാണ് ഗസ്റ്റ് എന്നാണ് തോന്നുന്നത്. അതെ, എനിക്ക് വേറെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഗസ്റ്റ് എനിക്ക് മനസ്സിലായി. സൈക്കോളജിക്കൽ മൂവ്. നമ്മളിപ്പം ലാസ്റ്റ് ആയിട്ടൊരു ഷീര ഒരു ഫംഗ്ഷന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഒരു വീഡിയോ അത്യാവശ്യം നല്ല റീച്ച് ആയതുകൊണ്ടായിരിക്കും അല്ലേ എന്നെ തന്നെ വീണ്ടും ഗസ്റ്റ് ആകാൻ. അതുകൊണ്ടല്ല, നമ്മുടെ സ്റ്റുഡിയോയിലുള്ള ആളല്ലേ, അപ്പം വിളിച്ചില്ലേ മോശമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും. എന്താണ് കാര്യം? കണ്ടില്ലേ, ഓണം ഉടുപ്പൊക്കെ ഇട്ടിരിക്കണേ നമ്മള്. നിങ്ങൾ എന്തിനാണ് വെള്ളം ജുബൊക്കെ ഇട്ടിട്ട് വന്നിരിക്കണേ? ഓണം അടിപൊളി. മാവേലി വരുമോ ഈ ഓണത്തിന്? എന്താണ് അഭിപ്രായം? പുള്ളി എന്തോ ബിസി ആണെന്ന് തോന്നുന്നു. ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക്, കാണാൻ ചാൻസസ് കുറവാണ്. ഈ വക ചളികൾ ഇവിടെ എടുക്കണില്ല. ഇല്ല, മാവേലി വരുമെന്നുള്ളതാണ് ഇന്നത്തെ ചർച്ച, നമ്മളിവിടുത്തെ ചർച്ച വിഷയം. അയ്യോ, പിള്ളേരൊക്കെ വിശന്നിരിക്കുകയാണ്. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി ചർച്ചിക്കുന്നതായിരിക്കും നല്ലത്. ചോദിക്കാം, മാവേലി വരുമോ ഓണത്തിന്? മാവേലി കുറച്ച് ബിസിയാണ്. വരുമായിരിക്കും. മാവേലി വരും, വരാതിരിക്കില്ല. വരും, പക്ഷെ ചാൻസ് കുറവാണ് ഇത്തവണ. വിശ്വാസം അതല്ലേ എല്ലാം അല്ലേ, ഓരോ വിശ്വാസങ്ങളാണ്. കാര്യം ഓണം എന്നുള്ളത് ഒരു സമ്പൽ സമൃദ്ധിയുടെ അല്ലെങ്കിൽ ഐശ്വര്യത്തിന്റെ ഒരു നല്ല ഒരു ദിവസം. കർഷകർ അവരുടെ സംഭവങ്ങളൊക്കെ കൊയ്ത് അതൊക്കെ വിറ്റിട്ട് ഉള്ള ഒരു ആഘോഷം. ഓണത്തിന് അതിവിപുലമായിട്ടുള്ള വലിയ മാർക്കറ്റുകൾ ഉണ്ടാവും, വലിയ തരത്തിലുള്ള ബിസിനസ്സുകൾ ഉണ്ടാവും. ഇതെല്ലാം ഒരു കൈൻഡ് ഓഫ് എന്തുവാ പറയാ, ഒരു ബിലീവ്. എന്തായിരുന്നാലും നമുക്ക് ഈ പ്രാവശ്യത്തെ മാവേലി വരുമെന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കാം. ഊണ് കഴിച്ച് ചിലപ്പോൾ പുള്ളി വരുമായിരിക്കും. അവരൊക്കെ പറഞ്ഞു ഊണ് കഴിച്ചിട്ട് മാവേലി വരും. അപ്പൊ ഊണ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. കാര്യം എന്നിട്ട് വളരെ ചെറിയൊരു എപ്പിസോഡാണ്. നമ്മുടെ ഒരു കൊച്ചു ഓണാഘോഷം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഈ ഫാമിലി അനുജസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ, കാരണം ഞാനിവിടെ ടച്ച് ഓഫിങ്ങിലാണ് ഉണ്ടാവുക. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഒരു ഫാമിലിയെ കാണിക്കുന്നത്. അപ്പം നമുക്ക് ഓണാഘോഷം ഒരുമിച്ച് നടത്താം. കഴിഞ്ഞ ഓണത്തിന് നമ്മൾ എവിടെയായിരുന്നു? കഴിഞ്ഞ ഓണത്തിന് നമ്മൾ ഇവിടെ ആയിരുന്നു. അതെ, ഇവിടെയായിരുന്നു. ഈ ഓണത്തിന് നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. എവിടെ പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഇത് നമ്മള് ആക്ച്വലി കഴിഞ്ഞ ഓണത്തിന് എടുത്തൊരു ഫോട്ടോ ഫ്രെയിമാണ് അല്ലേ. അതെ, ഇതിന് പിന്നിലൂടെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് മുഖങ്ങൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. കാര്യം നമ്മള് എത്രയോ ആൾക്കാരെ നമ്മൾ കാണുന്നല്ലേ, കണ്ടിട്ട് സോ നമുക്ക് അവരൊന്നും ഓർമ്മയില്ല. അല്ല, ഇപ്പൊ ഇത്രയും പേരിൽ നമുക്ക് എത്ര ആൾക്കാർ ഓർമ്മ ഉണ്ട്? എനിക്ക് കുറച്ച് ആൾക്കാർ ഓർമ്മ ഉണ്ട്. ഞാൻ പറഞ്ഞു കേട്ടാ, ഇതിൽ എനിക്ക് ഓർമ്മയുള്ള ഒരാളാണ്. ഇത് നമ്മൾ ടാറ്റു ആർട്ടിസ്റ്റ് ആണ് ഇംഗ്രിഡ്. നമ്മൾ ടച്ച് ഓഫ് ഇങ്ങിന്റെ ഫസ്റ്റത്തെ ടാറ്റു ആർട്ടിസ്റ്റ് ആണ്. പുള്ളിക്കാരി ആംസ്റ്റർഡാമിൽ നിന്നാണ് വന്നത്, നമ്മളിവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ടാറ്റു ആർട്ടിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ മോഡൽസ് ഉണ്ട്, നമ്മളിവിടെ ക്ലയൻസ് ഉണ്ട്, നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ. സോ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്നുള്ളതാണ്, നിങ്ങൾ ഞങ്ങൾ എന്നുള്ളതല്ല, നമ്മൾ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഓണത്തിന് നമ്മുടെ ഒരു ക്യാപ്ഷൻ ഇത് തന്നെയായിരുന്നു, ഈ ഓണത്തിന് നിങ്ങൾക്കൊരു സമ്മാനം നൽകൂ. അതെ, നിങ്ങൾക്കൊരു സമ്മാനം നൽകൂ. അതന്നെ ടാറ്റു. അതെ, നമുക്കിത് നൽകുന്നതാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിലും വേറെ ഒരാൾക്ക് നൽകാം ഗിഫ്റ്റ് ആയിട്ട്. പക്ഷെ അത് നമ്മുടെ ബോഡിയിൽ അല്ലേ നമ്മൾ ചെയ്യുന്നത്. അതൊരു കോൺസെപ്റ്റ്. മോസ്റ്റ്ലി ആളുകൾ എല്ലാവരും അവരവർ തന്നെ തീരുമാനം എടുത്തിട്ടാണ് ടാറ്റു ചെയ്യുന്നതായിട്ട് വരുന്നത് കണ്ടിട്ടുള്ളത്. മറ്റൊരാൾ ഗിഫ്റ്റ് ചെയ്യുന്നതായിട്ടൊക്കെ വളരെ കുറച്ച്. ടാറ്റു പിന്നെ മേഖലയിലോട്ട് എങ്ങനെയാണ് കാലുകുത്തിയത് അനു ടാറ്റു ആയിട്ട് എന്താണ് ബന്ധം? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ടർ അല്ലേ, അപ്പം എന്താണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ടാറ്റു ചെയ്യാനായിട്ട് വന്നതായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ടാറ്റു ഞാനും ചെയ്യാന്നൊരു പ്ലാനിൽ വന്നു. അങ്ങനെയാണ് ഒരു ടാറ്റു ചെയ്ത്.
പിന്നെ ഞാൻ പയ്യെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അപ്പം പയ്യെ ഞങ്ങൾ എന്താ പറയുക, ഞാൻ ടച്ച് ഓഫിങ്ങിന്റെ ഒരു ഭാഗമായി തീർന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്നത്. വലിയ കഥയാണോ? ഇല്ലല്ല, ഞാൻ പറഞ്ഞ ടാറ്റു ചെയ്തു. അത് കഴിഞ്ഞിട്ട് ടാറ്റു പഠിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ അഡ്മിഷൻ എടുത്തു. എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് ബാച്ചിൽ താങ്കൾ ഉണ്ടായിരുന്നു. അതെ, ടാറ്റു പഠിക്കാൻ വേണ്ടി അഡ്മിഷൻ എടുത്തു. എനിക്ക് തോന്നുന്നു ഒരു 16-17 ദിവസം ക്ലാസ്സിന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മിഷൻ പ്രാക്ടീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രാക്ടീസ് ഇതിപ്പോ ടച്ച് ഓഫിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടച്ച് ഓഫിംഗ് ഒരു റോൾ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതേ, ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാനാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ, ഇവിടുത്തെ ടീം ക്യാപ്റ്റൻ ആണ്. അവ ബ്രദർ അബാവോ निक ब्रो बोलो आपका बारे में, आप किधर से आया? Hi, it's me Nick and I'm from West Bengal, and it's my pleasure to work with Mr. Rocky and Mrs. Anup Joses, and thank you for that to welcoming me in this touch of ink. And today I'm very honorable to work with Mr. Rocky, and thank you for giving me a chance to work in touch of ink. ആർട്ടിസ്റ്റ് ആണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓണം. Yes, ma'am. This is my first time. ഓക്കെ. വേറെയും കുറെ ആൾക്കാരുണ്ട്, കുറെ പേരൊക്കെ ലീവാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഓണം വലിയൊരു സെലിബ്രേഷൻ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാര്യം കുറെ പ്രോബ്ലംസ് ഒക്കെ അല്ലെ, ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ മൊത്തത്തില് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് ഭയങ്കര ഓണാഘോഷം ഈ പ്രാവശ്യം ഓണാഘോഷം. അപ്പൊ അതുകൊണ്ട് നമ്മൾ വലുതായിട്ട് വലിയ ഓണാഘോഷമൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ആൾക്കാരെ നമ്മൾ കൂടെ ഉള്ളൂ. അപ്പൊ അവരെ നമുക്ക് ഓരോരുത്തരായിട്ട് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാം. ഊണ് കഴിച്ചുകൊണ്ട് പരിചയപ്പെടണം, ഊണ് കഴിച്ചതിന് ശേഷം പരിചയപ്പെടണം. എനിക്ക് ഊണ് കഴിച്ചുകൊണ്ട് പരിചയപ്പെടാം. हमारा फ्रेंड है गौरव, इज अ टैटू आर्टिस्ट फ्रॉम भोपाल, मध्य प्रदेश में. अब आपका एक सामान में दिखाएगा. नाम बोलना चाहिए. नाम शिल्पा, कम ऑन. आपका गांव में ये क्या नाम बोलेगा? मिक्स वेज बोलो. अवियल. अवियल अवियल അവിയൽ പരുവത്തിലായി നമ്മൾ കേട്ടില്ലേ, അത് ഇതാണ് സാധനം. ये तुम्हारा गांव में क्या बोलेगा? राजमा राजमा രാജ്മ. ഇത് നമ്മളിവിടെ എന്താ പറയുക? കടല രാജ്മ, അതാണ് ഓലൻ. ഓലൻ ഓലൻ ഓലനാണത്. ഓലൻ. ഇതെന്തുകൊണ്ടായിരിക്കും ഓലൻ എന്ന് വിളിക്കുന്നത്? രസം, പേര് നോക്കിയപ്പോ കിട്ടി. അല്ലേ? അല്ല, इसका क्या बोलेगा? ये तो മസാല കറി. मसाला करी. हाँ, सेम मसाला करी. मसाला करी. हाँ, इधर भी मसाला करी, पोटैटो करी है. പോട്ടെ, കൂട്ടുകറി അല്ല, അത് മസാല കറി. ये तो ये जिंजर अचार है. टोटल कितना करी है तू टुडे? करी कितना है? നമ്മൾ കുറച്ചധികം ഉണ്ട്. आप बैठो आओ. കുറച്ചധികം ഉണ്ട്. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. अन्नमो, എന്തോ इसका फर्स्ट एक्सपीरियंस है. Excited I am. നെക്കും പറഞ്ഞല്ലോ. फर्स्ट टाइम experience. Like too many dishes are. ये तो चावल है. അയ്യോ, इंडिया, ऑल इंडिया में चावल है. നോർമലി ഓണം ആഘോഷിക്കുമ്പോൾ നമ്മളിവിടെ സ്റ്റുഡൻസ് എല്ലാവരും ഉണ്ടാവാറുണ്ട്. അപ്പൊ പക്ഷെ ഇന്നിപ്പോ എല്ലാവരും ലീവിന് പോയി. നമ്മളിപ്പോ തിരുവോണത്തിന് ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ നമ്മൾ ഓണം ഉണ്ണാൻ പോവാണ്. അത്യാവശ്യം അപ്പനെപ്പനാണ് ഉള്ള വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെല്ലാം കഴിഞ്ഞു. ഞാനാണ് ഇവിടുത്തെ വ്ളോഗർ. ബ്രോക്കറോ? റോക്കിയാണ് വ്ളോഗർ. ഇതാ ശരി. वेट ऐसा मत खाओ, तो ये खाने के लिए थोड़ा प्रिंसिपल है. ओके, एंड मैं बोलेगा अब चावल एक साइड में करो, मैं बताएगा कैसे है. അഭിനയകലയിൽ നിന്റെ ഏറ്റവും ഗുരുവായിരുന്നു, ഇപ്പോൾ ഭക്ഷണകലയിൽ നിന്റെയും. फर्स्ट ये चावल ऐसा करना पड़ेगा. आप भी करो. Okay. चावल Okay. चावल इधर करना पड़ेगा. एंड इसमें थोड़ा चावल इधर करना पड़ेगा. Okay. इधर आगे इसमें परिप डालना पड़ेगा. तो परिप अभी डालेगा. दाल करिए आपका. ओके. नहीं आप ऐसा करो. थोड़ा चावल साइड में, इधर आगे करो. थोड़ा चावल उसमें പരിപ്പ്. സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് അധികം ആൾക്കാർക്ക് കുറേ പേർക്ക് അറിയാം, കുറേ പേർക്ക് അറിഞ്ഞൂടെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കും പ്രോപ്പറായിട്ടൊന്നും സദ്യ കഴിക്കാൻ അറിഞ്ഞൂടാ. എങ്കിലും സദ്യക്ക് ഫസ്റ്റ് നമ്മൾ കുറച്ച് ചോറ് ഏത് चावल है ना, चावल करो. एंड इसमें दाल, थोड़ा घी. ऐसा करो. एवं नोकंडा. ऐसा करो. अभी करो. ऐसा करो. अभी ऐसा करो. ऐसा करके इसमें थोड़ा खाना पड़ेगा. इतना. Okay. टेस्टी. बहुत अच्छा टेस्ट है. Seriously बहुत अच्छा. बहुत अच्छा. हाँ जी, दूसरा नेक्स्ट में बोलेगा. इसमें दौड़ा करना पड़ेगा. इधर से इधर दौड़ा करो. एंड इसमें
ഇതിന്റെ പേരെന്തോടാ? ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. ചേട്ടന് ഇതിനെ പറ്റി വലിയ ധാരണയില്ലല്ലോ. खिचड़ी 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 ये खिचड़ी है. ये खिचड़ी में दौड़ा करना पड़ेगा, इधर से निकालना पड़ेगा. ये ऐड करना पड़ेगा. ये तो पिकल है, जिंजर. ओके इसमें दौड़ा जिंजर है तो लास्ट कभी कभी ഏരിയ ചില സ്ഥലത്ത് ലാസ്റ്റ് ആണ് ചെയ്യുന്നത്. ഇതെന്ത് ഭാഷ? പക്ഷെ ഫസ്റ്റ് കുറച്ച് ജിഞ്ചർ കഴിച്ചാൽ ഡൈജഷൻ ഇസ് ദ ബെസ്റ്റ്. ചാവലല്ലേ एड़ा माने चल जाओ ना. थोड़ा दूसरा टेस्ट आएगा इसमें. थोड़ा ये करना पड़ेगा. अच्छा इधर इधर पचड़ी पचड़ी. हाँ ये पचड़ी डालना पड़ेगा. पचड़ी तो बहुत स्वीट्स है. पचड़ी हाँ पचड़ी डोडा डालो एंड നിങ്ങൾ കഴിച്ചു തുടങ്ങിയോ? ഞാൻ ആളുകൾ തന്നെ കേട്ടോ. ഞാൻ ഇവരെ പഠിപ്പിക്കായിരുന്നു. നിങ്ങൾ കഴിച്ചു തുടങ്ങി അല്ലേ? ഗൗരവനെ സൗരവിനെ പഠിപ്പിക്കായിരുന്നു മീൽസ് കഴിക്കാൻ. ആ അതാ പഠിപ്പിക്കായിരുന്നു. കഴിക്കണം പിന്നെ കഴിക്കും നമ്മള്. ഇത് പഠിപ്പിക്കുന്നതാ. ട്യൂട്ടോറിയൽ. പരിപ്പ് ഫസ്റ്റ് കഴിച്ചു, രണ്ടാമത് സാമ്പാർ, സാമ്പാർ മൂന്നാമത് കഴിഞ്ഞ് പിന്നെ പായസം, പായസം, അടപ്പായസം. हाँ सांबार का बाद चावल मत खाओ. നമ്മുടെ കാസർഗോഡൊക്കെ ഇതിനോട് നോൺ വെജ് ഉണ്ടാവും. हाँ कासरगोड केरला में एक कासरगोड കാസർഗോഡ്, है एक കണ്ണൂരുണ്ട്. കണ്ണൂര് കാസർഗോഡല്ല കണ്ണൂര്. इसका बे मीट भी आएगा मीट. അല്ലേ നീ കാസർഗോഡ് അല്ലേടാ? കണ്ണൂരുണ്ടാ? മീറ്റ് ഉണ്ടാ? കണ്ണൂർ മീറ്റ് ഉണ്ടാ? ഇവിടെ കാസർഗോഡുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഞാൻ പറഞ്ഞപ്പോഴേ ഞാനല്ലേ നീ എവിടെയാണ്? കണ്ണൂര് വിജയ് ആലപ്പുഴ. അൻസിൽ എവിടാ സ്ഥലം? കൊല്ലം. രമിത്ത് കണ്ണൂർ. സുമി ഏഞ്ചൽ ഗേൾ ഫ്രം അതല്ല അവളെവിടെയാ? തിരുവനന്തപുരം. ഒരു മിനിറ്റ് ബേർഡ് പ്രോബ്ലം ആയേगा. ഞാൻ പറഞ്ഞോട്ടെ, ഈ ഹിന്ദി പറഞ്ഞു കൊടുത്ത സാധാരണ മലയാളം പ്രേക്ഷകർക്ക് ചിലപ്പോൾ മനസ്സിലായത് എന്നെ പോലെ സദ്യ എങ്ങനെ കഴിക്കാം? ഹൗ ടു ഈറ്റ് സദ്യ. നമുക്ക് 3 കൂട്ടം പായസം ഉണ്ട്. ഇപ്പൊ നമ്മൾ തരാൻ പോകുന്നത് പുളിശ്ശേരിയാണ്. പുളിശ്ശേരി കഴിഞ്ഞതിന് ശേഷം ഒരു പായസം തരും. പുളിശ്ശേരി ഇപ്പം അടപ്രഥമാണ് കിട്ടിയത്. പുളിശ്ശേരി കിട്ടിയില്ല. അപ്പോൾ ഊണ് കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് എന്താ പരിപാടി? പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിലൂടെ തിരിഞ്ഞൊക്കെ നടക്കണം. ഉച്ച കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് ക്ലോസ് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ചെറിയൊരു ഓണാഘോഷമായിരുന്നു. അപ്പോൾ ആ ഓണാഘോഷത്തിൽ നമ്മൾ അനു ജോസഫ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ ചെറിയൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. വേറെന്താ? വേറൊന്നുമില്ല. എല്ലാവരും സന്തോഷമുള്ള, ഐശ്വര്യമുള്ള, സമാധാനമുള്ള നല്ലൊരു വർഷമായിരിക്കട്ടെ ഈ വർഷം എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അടുത്ത ഓണത്തിൻ്റെ വ്ളോഗുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ. സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് അധികം ആൾക്കാർക്ക് കുറേ പേർക്ക് അറിയാം, കുറേ പേർക്ക് അറിഞ്ഞുവിടുന്നതാണ് എൻ്റെ വിശ്വാസം. ഇതിന്റെ പേരെന്തോടാ? ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഇതെന്തുവാടാ? ഇതെന്തുവാ?